അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബിയുടെ സ്വഹാബാക്കളിലെ വളരെ പ്രമുഖനായ ബഹുമാനപ്പെട്ട ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസ്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മനിസ്തഗ്ഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, ഒരാൾ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മുഅ്മിനത്തായ ഉമ്മമാർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത് വലിയൊരു ശ്രദ്ധേയമായൊരു വിഷയമാണ്. നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടി, എനിക്ക് സ്വർഗം കിട്ടാൻ, എൻ്റെ ഖബർ ജീവിതം സന്തോഷമായി കിട്ടാൻ വേണ്ടി, ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, ഇതിനു വേണ്ടിയൊക്കെ ഞാൻ എനിക്ക് കൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മതിയാവില്ല. ഒരു മുഅ്മിനിന്റെ സ്വഭാവം അങ്ങനെയല്ല വേണ്ടത്. അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി അവൻ ദുആ ചെയ്യുന്നവനാകണം. അതെ, തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി സ്വർഗം ചോദിക്കുന്നവനാകണം. തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി നരകത്തിന് തൊട്ട് രക്ഷ ചോദിക്കുന്നവനാകണം. തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എല്ലാ നന്മകളും, തൻ്റെ കൂട്ടുകാർ ചെയ്ത ഒരു ദോഷത്തിനിക്ക് പൊറുക്കലിനെ തേടുന്ന ആ വലിയ വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് വരെ ആർക്ക് വേണമെങ്കിലും എപ്പോഴെങ്കിലും നാം ഒന്ന് ഇങ്ങനൊരു ദുആ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ ആരെങ്കിലും ദുആ ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ രോഗം മാറാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചില വിഷമത്തിന് വേണ്ടിയോ ചിലപ്പോഴൊക്കെ നാം ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതും വളരെ വിരളമാണ്. നമ്മളോട് നിർബന്ധിപ്പിച്ച് കുറേ സമയത്തൊക്കെ അവർ വസിയത്ത് ചെയ്തതിൻ്റെ പേരിലാണ് നാം ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. അല്ലാതെ ഒരിക്കലും പോലും നമ്മളായി സ്വയം ചിന്തിച്ച് ഒരാൾക്ക് വേണ്ടി, ആഖിറത്തിന് വേണ്ടി, അവൻ്റെ ആഖിറം ജീവിതം വിജയിക്കാൻ വേണ്ടി ആർക്കെങ്കിലും നാം ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നാം നഷ്ടപ്പെടുത്തുന്ന ഒരു ഇബാദത്താണ്, വലിയൊരു ഇബാദത്താണ് മറ്റുള്ളവർക്ക് വേണ്ടി ചോദിക്കുക, മറ്റുള്ളവരുടെ ആഖിറത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ കിട്ടുന്ന നേട്ടം എന്താണെന്ന് പറഞ്ഞാൽ, ഖതബല്ലാഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഹസന. ഓരോരോ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നാം ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ എത്രയെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ, എത്രയെല്ലാം മുഅ്മിനത്തായ ഉമ്മമാരുണ്ടോ, അവരുടെ എല്ലാ ഓരോരുത്തരെ എണ്ണം അനുസരിച്ച് ഇവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ ഹസനാത്തുകൾ, നന്മകൾ അല്ലാഹു ഏറ്റപ്പെടുകയാണ്, അല്ലാഹു വർദ്ധിപ്പിക്കുകയാണ്. ഓരോരാളെ കണക്ക് കൂട്ടിയിട്ട് ഇവനിക്ക് അല്ലാഹു പ്രതിഫലം നൽകുകയാണെന്ന് മുത്തുനബി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമുള്ള ഒരു ഹദീസാണ്. ഒരിക്കലും പോലും നാം ഇത് മിസ്സാക്കരുത്, ഇത് നഷ്ടപ്പെടുത്തരുത്. വലിയൊരു ഇബാദത്താണ്. നാം നമ്മളിലേക്ക് ചോദിക്കുമ്പോൾ, എനിക്ക് വേണ്ടി ഞാൻ ചോദിക്കുമ്പോൾ, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി, എൻ്റെ അയൽവാസികൾക്ക് വേണ്ടി, ഞാനുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി, കേവലം അവരുടെ ദുനിയാവിൻ്റെ കാര്യം മാത്രമല്ല, ആഖിറത്തിന് വേണ്ടി, അവരെന്തും ദോഷം ചെയ്തു എന്നോ കുറ്റം ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ അവന് വേണ്ടി പൊറുക്കലിനെ തേടുന്ന ആ വിശാലമായ മനസ്സ് നമുക്കുണ്ടാകണം. അത് വലിയൊരു ഇബാദത്താണ്, വലിയൊരു മനസ്സാണ്, വലിയൊരു തൗഫീഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.